അല്ല, ഇപ്പൊ അവരെന്താണ് അങ്ങനെ പറയുന്നത്? ഒഴിവുകേടോ? അല്ല, അന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ അവര്, പിന്നെ എല്ലാരും കൂട്ടി വരാന്നും പറഞ്ഞ്. കാരണം എന്താന്നാലും പറഞ്ഞോ? ശരി വെച്ചോ. എന്തു പറഞ്ഞു അവര്? എന്തു പറയാ? അവര് ആലോചിച്ചിട്ടൊക്കെ പറയാന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരുമാതിരി ഒഴിവേട് സംസാരിച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താന്ന് അവർക്കും പറഞ്ഞിട്ടില്ല. അവരൊന്നും കൂടെ ഒന്ന് ആലോചിക്കട്ടെ എന്ന്. എന്താണെന്നറിയില്ല. കാരണമൊക്കെ എനിക്കറിയാം. അപ്പം അതുപോലെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വണ്ണം കൂടുതലാണെന്ന്. അതല്ലേ എൻ്റെ പൊന്നുമ്മ വീട്. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ പോയി വല്ലയിടത്ത് കഴിക്കട്ടെ. മോള് വിഷമിക്കുകയൊന്നും വേണ്ട. നിന്റെ സമയമായിട്ടില്ല എന്ന് ആലോചിച്ചാൽ മതി. എവിടെയെങ്കിലും ഇരിപ്പുണ്ട് നിന്റെ ആള്, സമയമാകുമ്പോഴത്തേക്ക് ഇറങ്ങി വരും. നീ വിഷമിക്കണ്ട. ഇതിപ്പോ എത്രാമത്തെ കല്യാണാലോചനയും മുടങ്ങിപ്പോകുന്നത്? പെണ്ണിന് വയസ്സ് കൂടി കൂടി പോവുക. എന്ത് ചെയ്യാനാ, ഒരു സമാധാനമില്ല എൻ്റെ മോടെ കാര്യം ഓർത്തിട്ട്. മൂത്തവക്കാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഇല്ലായിരുന്നു. അത് മൂന്നാമത്തെ കല്യാണാലോചന വന്നപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശരിയായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് തന്നെ കല്യാണം നടന്നു. അത് കണ്ണടച്ച് തീരുന്നതിന് മുമ്പേ കല്യാണം അങ്ങ് നടക്കുകയും ചെയ്തു. ഇവിടെ കാര്യം വന്നപ്പോഴത്തേക്ക് താടാ ഒന്നും നടക്കുന്നില്ല. 3-4 വർഷം കൊണ്ട് കല്യാണം ആലോചിക്കുക. എൻ്റെ കുട്ടിയുടെ മുഖം കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് സങ്കടം വരുക. എത്ര പേരുടെ മുന്നിലാണെന്നറിയാവോ ഒരുങ്ങി കെട്ടി നിൽക്കുന്നത്. ഓരോ കല്യാണ ആലോചന വരുമ്പോൾ പ്രതീക്ഷയോടെ ചെന്ന് നിൽക്കുന്നു. പിന്നെ കേൾക്കുന്നത് ഓരോ കാരണങ്ങൾ അവർ പറയുന്നത്. ഇതാ കഴിഞ്ഞ ദിവസം വന്നത്, അതും അങ്ങനെ തന്നെ. അത് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നേരിട്ട് കണ്ടിട്ട് പോയി എല്ലാം വീട്ടിൽ ചെന്ന് ആലോചിക്കുമ്പോൾ പിന്നെ പറയുന്നത് വേറെ. എന്താണ് കാരണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അത് എനിക്ക് കാരണം എനിക്ക് അറിഞ്ഞൂടെ? വേറെ ഒന്നുമല്ല, അവിടെ ഈ വണ്ണം കാരണമാണ് അവൾക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തത്. അവർ പ്രതീക്ഷയോടെ വന്ന് നോക്കുമ്പോൾ പെണ്ണിന് വണ്ണം, പിന്നെ കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോൾ ഓവർ വണ്ണമൊക്കെ ആവുമല്ലോ. അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ആരും വേണ്ട വേണ്ട എന്ന് പറയുന്നത്. എല്ലാവരും പ്രതീക്ഷ പോകുന്നത് ഇവിടെ വരുമ്പോഴല്ലേ. ഒരു വഴിയുണ്ട്, നീ അതേപോലെ അങ്ങ് ചെയ്താൽ മതി. അവക്കെ ആഹാരമൊക്കെ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ചോറൊന്നും കൊടുക്കണ്ട, ഒരു ചപ്പാത്തി പിന്നെ വല്ല ഫ്രൂട്ട്സ് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. അങ്ങനെ അവൾക്ക് ഒരാഴ്ച പോട്ടെ, ഒരു മാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കും. ഇത് ഏത് നേരം ചോറ്, ഇത് മധുര പലഹാരം ഒക്കെയാണ് അവൾ തിന്നുന്നത്. അതെനിക്കും അറിയാവുന്നതാണല്ലോ. നീ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ പെണ്ണിൻ്റെ മണമൊക്കെ കുറഞ്ഞ് നല്ലതുപോലെയൊക്കെ ആകുമ്പോഴേ അവൾക്ക് കല്യാണം നല്ലതുപോലെ വരും. നീ അങ്ങനെ നോക്ക്. വലിച്ചു വരെയൊക്കെ തിന്നിട്ട് വണ്ണം വെച്ചിട്ട് കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നടക്കൂ? നീ ഇതെന്താണ് കഴിക്കുന്നത്? ചോറാ? നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് നീ ചോറ് കഴിക്കരുതെന്ന്. നീ ചോറൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഞാൻ പറഞ്ഞാണോ? നീ ഇനിയിപ്പോൾ ഞാൻ പറയുന്ന വേറെ ചോറ് കഴിക്കണ്ട. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. രാവിലത്തേക്കും ഉച്ചക്കലത്തേക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി രാത്രിത്തേക്കും ഉണ്ടാക്കിയാൽ മതി. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ചോറൊന്നും കഴിക്കരുതെന്ന്? എത്ര പറഞ്ഞാലും എൻ്റെ ഉമ്മ എനിക്ക് ചപ്പാത്തി ഒന്നും കഴിച്ചാലൊന്നും എൻ്റെ വയറൊന്നും നിറയത്തൊന്നുമില്ല. ഉമ്മാടെ ഇന്നലെ പറിച്ച് കേട്ടോണ്ട് ഞാൻ ഇന്നലെ രാത്രി ചപ്പാത്തിയും കഴിച്ചുകൊണ്ടാണ് കിടന്നത്. രാത്രി ആയപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിശപ്പ്. ഞാൻ പിന്നെ രാത്രി ഫ്രിഡ്ജിൽ ഇരുന്ന് ചോറെടുത്ത് ഞാൻ കഴിച്ചത്. അതുകൊണ്ട് എനിക്ക് ചോറൊന്നും കഴിക്കാതെ എനിക്ക് പറ്റത്തില്ല അമ്മ. എനിക്ക് ഈ ചപ്പാത്തി ഒന്നും രാവിലെ ചപ്പാത്തി, ഉച്ചയ്ക്കും ചപ്പാത്തി, രാത്രി ചപ്പാത്തി, ഒരു മനുഷ്യന് പിന്നെ എങ്ങനെയാണ് ജീവിക്കുക? അതുകൊണ്ട് ഈ ചപ്പാത്തി പരിപാടി ഇന്നത്തോടെ നിർത്തിയേരെ, എനിക്ക് വേണ്ട. കൊള്ളാം. അപ്പം നീ ജീവിതകാലം മുഴുവനോട് ചോറും കച്ചവടം ഇരിക്കാനാണ് നിന്റെ ഭാവം? നിനക്ക് ജീവിതമൊന്നും വേണ്ടേ? ഓരോരുത്തരോട് പാഠം പത്താറുപെടുക. എങ്ങനെയെങ്കിലും കല്യാണം ഒന്ന് കഴിപ്പിച്ച് വിടാൻ വേണ്ടി നോക്കുമ്പോൾ അവളും ചോറും കഴിച്ചുകൊണ്ട് ഇരിക്കുക.
നിന്റെ വണ്ണം കൊണ്ടാണ് നിനക്ക് ഈ കല്യാണം ഒന്നും ശരിയാവാത്തത്. അത് എത്ര വട്ടം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് മറുപടിയില്ല പറയാൻ. അവരൊക്കെ പറഞ്ഞതേ നിന്റെ ഈ വലിച്ചു വാരി തീറ്റി കാരണത്തോണ്ടാണ് നിന്റെ കല്യാണം മുടങ്ങുന്നതെന്നാണ്. അതുകൊണ്ട് നിന്റെ ശരീരം ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് നീ ചോറ് കഴിക്കണ്ട. ചോറ് കഴിക്കും തോറും എനിക്ക് വണ്ണം കൂടി വരിക. നിന്റെ പ്രായത്തിലുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞ് അവരുടെ മക്കളെ കെട്ടിക്കാറായി. നീ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയല്ലേ? 2-3 വർഷം കൊണ്ട് എനിക്ക് കല്യാണം ആലോചിക്കുക. ഏതെങ്കിലും ഒരെണ്ണം ശരിയാവുന്നുണ്ടോ? കണ്ടിട്ട് പോകും, പിന്നെ വിളിച്ച് പറയുന്നത് അവർക്ക് സമ്മതമല്ലെന്നും പറഞ്ഞോണ്ടാ. എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ഞാൻ ഉമ്മടുത്തൊരു കാര്യം ചോദിക്കാം, ഉമ്മ അത് ആലോചിക്കണം. ഇപ്പം ഉമ്മ പറയുന്ന പോലെ തന്നെ ഞാൻ കേൾക്കാം. ചിലപ്പോൾ ഞാൻ ഈ വണ്ണമൊക്കെ ചിലപ്പോൾ കുറയുമായിരിക്കും. ചിലപ്പോൾ ഞാൻ ഈ ചോറ് തീറ്റയൊക്കെ കുറഞ്ഞാലോ, അല്ലെങ്കിൽ ചപ്പാത്തിയും വെള്ളമൊക്കെ കുടിച്ചും വേണം ഞാൻ വണ്ണം കുറയ്ക്കാം. ആ വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം ശരിയാവുമോ? ഈ വണ്ണം ഇല്ലാത്തവർക്ക് തന്നെ 3-4 വർഷം കൊണ്ട് 4-5 വർഷം കൊണ്ടൊക്കെ കല്യാണം ആലോചിക്കുന്നുണ്ട്. അവരുടെ ആരുടെയും കല്യാണമൊന്നും നടക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ പോട്ടെ, എൻ്റെ ഈ വണ്ണം കൂടുതലാണെങ്കിൽ ഈ കല്യാണം നടക്കാത്തതെങ്കിൽ ശരി, ഉമ്മ പറയുന്ന പോലെ ഞാൻ കേൾക്കാം. എന്നിട്ടും വണ്ണമൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ഞാൻ വണ്ണം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം എന്താ ഞാൻ ചെയ്യണ്ടേ? അപ്പം എന്നെ അവർ ഉപേക്ഷിക്കത്തില്ലേ? അപ്പം എന്ത് ചെയ്യും? അതിൽ നല്ലതല്ലേ അമ്മ എൻ്റെ ഈ വണ്ണം കണ്ട് തന്നെ കല്യാണം കഴിക്കുന്നത്? അങ്ങനെ ഒരാൾ മതി എനിക്ക്. അതിലെനിക്ക് മടിയൊന്നുമില്ല. എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരുന്നോളാം. ഇതിപ്പോൾ ഇന്നലെ ഇന്നൊന്നും ഞാൻ തുടങ്ങിയതല്ലല്ലോ അമ്മ. ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് വണ്ണക്കൂടലാണ്. ഞാൻ ചെറുതിലെ മുതൽ എനിക്ക് വണ്ണമുള്ളതെന്ന് ഉമ്മാക്ക് അറിഞ്ഞൂടെ അമ്മ? ഞാൻ തിന്നുണ്ടാക്കിയ ശരീരമൊന്നും അല്ലല്ലോ ഇത്. ചെറുപ്പം മുതലേ സ്കൂളിലും നമ്മുടെ ബന്ധുക്കാർക്കിടയിലൊക്കെ ഉള്ള സംസാര വിഷയമാണ് ഞാൻ വലിച്ചു വാരി തിന്നിട്ടാണെന്ന് എനിക്ക് ഈ വണ്ണം വെക്കുന്നതെന്ന്. ചോറ് തിന്നുകൊണ്ടാണോ ഞാൻ വണ്ണം വെച്ചത്? അത് മനസ്സിലാക്കാത്തവർക്കൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ ഈ വണ്ണം കണ്ട് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം മതി. അല്ലാതെ ഒരു പ്രഹസനത്തിനും ഞാനില്ല. വണ്ണമുള്ളവർക്കും ജീവിക്കണ്ടേ അമ്മ?